നമസ്കാരം. രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പാലക്കാട്ട് പ്രതിഷേധങ്ങൾ തുടരവേ മറുതന്ത്രങ്ങളുമായി കോൺഗ്രസും രംഗത്ത്. പാർട്ടിയിൽ നിന്നും രാഹുലിനെ സസ്പെൻഡ് ചെയ്തെങ്കിലും ഒരു വിഭാഗം അണികളുടെ വലിയ പിന്തുണ രാഹുലിന് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാണ് രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമെന്ന് യു.ഡി.എഫ് നേതാക്കളിൽ ചിലർ വ്യക്തമാക്കിയതും. കഴിഞ്ഞ ദിവസം മുതിർന്ന കോൺഗ്രസ് നേതാവ് എം ഹസൻ പിന്തുണച്ച് രംഗത്തെത്തിയിരുന്നു. ലൈംഗിക ആരോപണം നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ അനുകൂലിച്ചും പോലീസിനെ പരിഹസിച്ചുമാണ് എം ഹസന്റെ പ്രതികരണം ഉണ്ടായത്. അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കും പോലെ പരാതിക്കാരുണ്ടോ എന്ന് ചോദിക്കുകയാണ് പോലീസ് എന്ന് അദ്ദേഹം പരിഹസിച്ചു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ എം.എൽ.എ സ്ഥാനത്ത് നിന്നുള്ള രാജി മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നത് രാഷ്ട്രീയ പ്രേരിതമാണെന്നും അദ്ദേഹം പറഞ്ഞു. സ്വന്തം പാർട്ടിയിലെ സ്ത്രീ പീഡകരെ സംരക്ഷിക്കുന്നയാളാണ് മുഖ്യമന്ത്രി എന്നും ഹസൻ കുറ്റപ്പെടുത്തി. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം രാഷ്ട്രീയമായി ഉപയോഗിച്ചാൽ നേരിടും. നിയമസഭയിൽ വരണോ എന്നത് എം.എൽ.എയുടെ തീരുമാനമാണ്. നിയമസഭയിൽ വരുന്നത് അവകാശമാണ്. ഷാഫി പറമ്പലിനെ തടഞ്ഞാൽ കൈയും കെട്ടി നോക്കി നിൽക്കില്ല. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ ആരും പരാതി ഉന്നയിച്ചിട്ടില്ല. എന്നാൽ എം മുകേഷ് എം.എൽ.എക്കെതിരായ കേസ് അങ്ങനെയല്ലെന്നും ഹസൻ പറഞ്ഞു. ഇതിനിടെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ലഭിച്ച 13 പരാതികളും മൂന്നാം കക്ഷികളുടേതാണെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. പരാതികളിൽ ഭൂരിഭാഗവും ഇമെയിൽ വഴിയാണ് പോലീസിന് മുന്നിലെത്തിയിരിക്കുന്നത്. ഒന്നോ രണ്ടോ പരാതികൾ മാത്രമാണ് നേരിട്ട് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. മാധ്യമ വാർത്തകളുടെ പശ്ചാത്തലത്തിലാണ് മിക്ക പരാതികളും സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ഇത്തരമൊരു സാഹചര്യത്തിൽ വെളിപ്പെടുത്തലുകളിൽ യുവതികളുടെ മൊഴി രേഖപ്പെടുത്താൻ ഒരുങ്ങുകയാണ് അന്വേഷണ സംഘം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗർഭചിത്ര പരാതി ഉന്നയിച്ച യുവതിയിൽ നിന്നും വിവരം ശേഖരിച്ച് തുടർ നടപടിയിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. ഗർഭചിത്ര ആരോപണം ഉന്നയിച്ച യുവതി ഇതുവരെ പരാതി നൽകിയിട്ടില്ല. എന്നാൽ ഇവർ മൊഴി നൽകുമെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം കരുതുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും തുടർ നടപടികൾ. രാഹുൽ മോശമായി പെരുമാറിയെന്ന റിനി ജോർജ്, അവന്തിക, ഹണി ഭാസ്കർ എന്നിവരുടെ മൊഴിയും വരും ദിവസങ്ങളിൽ രേഖപ്പെടുത്തും. നിലവിൽ സ്ത്രീകളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് ക്രൈംബ്രാഞ്ച് സ്വമേധയാ കേസെടുത്തത്. ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി എൽ ഷാജിയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതേസമയം മറുവശത്ത് പ്രതിഷേധം കടുപ്പിക്കുകയാണ് ഡിവൈഎഫ്ഐ അടക്കമുള്ളവർ. എം.എൽ.എയുടെ രാജി ആവശ്യപ്പെട്ട് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വനിതാ സംഗമം സംഘടിപ്പിക്കും. വൈകിട്ട് സ്റ്റേഡിയം സ്റ്റാൻഡ് പരിസരത്താണ് ആത്മാഭിമാന സദസ്സ് എന്ന പേരിൽ പരിപാടി നടത്തുന്നത്. രാഹുൽ മണ്ഡലത്തിലെത്തിയാൽ തടയുമെന്ന് ഡിവൈഎഫ്ഐയും ബി.ജെ.പിയും നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതേസമയം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിനായി വ്യാജ തിരിച്ചറിയൽ കാർഡ് ഉണ്ടാക്കിയ കേസിൽ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ ഹാജരായില്ല. അടുത്തയാഴ്ച ഹാജരാകാൻ ക്രൈംബ്രാഞ്ച് വീണ്ടും നോട്ടീസ് നൽകും. എന്നിട്ടും ഹാജരായില്ലെങ്കിൽ കോടതിയെ സമീപിക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനമെന്നാണ് സൂചന. അതിനിടെ ഇനിയും പ്രതിരോധത്തിൽ ഊന്നി നിന്നാൽ CPM കളം പിടിക്കുമെന്ന നിഗമനത്തിലാണ് രാഹുലിനെ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഒരുങ്ങുന്നത്. ഇതിലും ഗുരുതരമായ വിവാദങ്ങളിൽപ്പെട്ടവരെ CPM സംരക്ഷിക്കുന്നത് ആയുധമാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് ശക്തമായ നിലപാടിലേക്ക് മാറുന്നത്. അണികളുടെ വികാരവും രാഹുലിന് അനുകൂലമായി മാറുന്നുവെന്നാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. രാഹുലിനെ ബലിയാടാക്കിയെന്ന വികാരം കോൺഗ്രസ് അണികൾക്കിടയിൽ ശക്തമാണ്. സോഷ്യൽ മീഡിയയിലടക്കം രാഹുലിനെ പിന്തുണയ്ക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നുണ്ട്. ഇതുകൂടാതെ പോലീസ് കേസുകളുമായി രാഹുലിനെ വലയം ചെയ്യുന്നുണ്ട്. പരാതിക്കാർ പോലും ഇല്ലാത്ത പശ്ചാത്തലത്തിലാണ് ഇത്തരം നടപടികൾ എന്നതാണ് ശ്രദ്ധേയം. ഇതെല്ലാം പകപോക്കൽ നടപടിയാണെന്ന് കോൺഗ്രസ് വിലയിരുത്തുന്നു. അതുകൊണ്ട് തന്നെ ഇനിയും മടിച്ചു നിൽക്കാതെ രാഹുലിനെ പ്രതിരോധിക്കാനാണ് കോൺഗ്രസ് ഒരുങ്ങുന്നത്. UDF നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നെല്ലാം ഇക്കാര്യങ്ങൾ വ്യക്തമാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നത് കഴമ്പില്ലാത്ത ആരോപണങ്ങളാണെന്നായിരുന്നു UDF കൺവീനർ അടൂർ പ്രകാശ് നേരത്തെ വ്യക്തമാക്കിയത്. ആരോപണം ഉയർന്നപ്പോൾ തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് പാർട്ടി രാജിവെക്കാൻ ആവശ്യപ്പെട്ടു. രാഹുൽ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കും. രാഹുലിന് സംരക്ഷണം ഒരുക്കുമെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരുന്നു. CPM രാഹുലിനെതിരെ രംഗത്ത് വരുമ്പോഴാണ് രാഹുലിന് പിന്നിൽ കോൺഗ്രസ് ശക്തമായി അണിനിരക്കാൻ ഒരുങ്ങുന്നത്.